യുദ്ധം അവസാനിച്ചെന്ന് പറയാം. എന്നാൽ സമാധാനം സംശയകരം എന്ന് അതിനോട് കൂട്ടിച്ചേർക്കുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ പശ്ചിമേഷ്യയിലെ കാലാവസ്ഥയുടെ ചിത്രം സമ്പൂർണമാകുകയുള്ളൂ. സമാധാന പുനഃസ്ഥാപനം സംബന്ധിച്ച ധാരണാപത്രത്തിന് സംശയത്തിന്റെ നിഴലിൽ കഴിയേണ്ടി വരുന്നതിന് കാരണം മറ്റാരുമല്ല, അതിൽ ഏർപ്പെട്ടിട്ടുള്ള കക്ഷികളിൽ ഒരാളായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ. ഏർപ്പെട്ടത് കരാറിലല്ല, ധാരണാപത്രത്തിൽ മാത്രമാണ് എന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇറാന്റെ നടപടികളോട് തനിക്ക് അനിഷ്ടം തോന്നിയാൽ വീണ്ടും ബോംബ് വർഷം ഉണ്ടാകും എന്ന ഭീഷണി ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ധാരണാപത്രത്തിന് സംശയത്തിന്റെ നിഴലിൽ കഴിയേണ്ടി വരുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇറാന്റെ മേൽ US ആക്രമണം തുടരണം എന്ന് ഇസ്രയേലിന് ആഗ്രഹമുണ്ട്. ഇസ്രയേൽ ലെബനനിൽ ആക്രമണം തുടരുന്നത് ഇറാനെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശ്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് തൽക്കാലം ആശ്വസിക്കാം എന്നും ആഘോഷിക്കാം എന്നും ആയിരിക്കുന്നു. ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും പ്രകടനമാണ് കഴിഞ്ഞ വ്യാപാര വാരത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും പ്രകടമായത്. വിപണി മൂല്യം, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, വലിയ അളവിൽ മെച്ചപ്പെട്ടതിനാൽ ആഗോള അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് നഷ്ടമായ സ്ഥാനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. സെൻസെക്സ്, നിഫ്റ്റി എന്നിവ ഉൾപ്പെടെയുള്ള പ്രൈസ് ഇൻഡെക്സുകൾക്കും ഗണ്യമായ നേട്ടം ഈ കാലയളവിൽ കൈവരിക്കാൻ കഴിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ബാരൽ ഒന്നിന് $80 താഴെ എത്തുകയും US ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വില 94 നിലവാരത്തിന് അടുത്തെത്തുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ആശ്വാസവും ആഘോഷവും ഉടൻ കെട്ടടങ്ങില്ല എന്ന് പ്രതീക്ഷിക്കാം. ആശ്വാസത്തിനിടയിൽ പക്ഷേ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയ 2 സംഭവങ്ങൾ ഉണ്ടായത് ശ്രദ്ധേയമായി. അതിൽ ഒന്ന്, ജെറോം പവലിന്റെ പിൻഗാമിയായി US ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റിരിക്കുന്ന കെവിൻ മാർഷിന്റെ ആദ്യത്തെ മേജർ പോളിസി ഡിസിഷൻ ആയിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ശക്തമായ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിരുന്നിട്ടും കെവിൻ അതിന് തയ്യാറായില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരുന്നെങ്കിൽ അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ നേട്ടമാകുമായിരുന്നു. റേറ്റ് കുറച്ചില്ല എന്ന് മാത്രമല്ല, ക്ലിയറായ ഒരു ഫോർവേഡ് ഗൈഡൻസ് ഒഴിവാക്കുകയും ചെയ്തു. മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയ അടുത്ത സംഭവം IT കമ്പനിയായ അക്സെഞ്ചറിൽ നിന്നുള്ള ഗൈഡൻസ് കട്ട് ആയിരുന്നു. അതോടെ ഇൻഫോസിസ്, HCL ടെക്, TCS തുടങ്ങിയ പ്രമുഖ IT കമ്പനികളുടെ ഓഹരി വിലയിൽ 9% വരെ ഇടിവ് അനുഭവപ്പെട്ടു. നിഫ്റ്റി IT ഇൻഡെക്സ് ആകട്ടെ ക്രാഷ് ചെയ്തത് 6%. അതോടെ നിഫ്റ്റി IT ഇൻഡെക്സ് എത്തിയത് 3-year ലോ നിലവാരത്തിലേക്കായിരുന്നു. എന്തായാലും ആവേശ പ്രകടനത്തിനും ആഘോഷത്തിനും അവസരം ലഭിച്ച മാർക്കറ്റ് അവസാനിച്ചത് സെൻസെക്സ് 76,802.9 നിലവാരത്തിൽ ക്ലോസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. നിഫ്റ്റി 50യുടെ ക്ലോസിംഗ് നിലവാരം 24,013.10 ആയിരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 57,685.75 നിലവാരത്തിൽ ക്ലോസിംഗ് സാധ്യമായി. ജൂൺ 22-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കുന്ന വ്യാപാര വാരത്തിൽ നിഫ്റ്റിക്ക് 23,600 പോയിന്റിനും 23,800 പോയിന്റിനും ഇടയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. കടന്നുപോയ ആഴ്ചയിലെ അതേ സ്വഭാവത്തിലാണ് മാർക്കറ്റിന്റെ പ്രകടനമെങ്കിൽ, അതായത് ആവേശവും ആഘോഷവും ഒക്കെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് 24,500, 24,600 പോയിന്റിൽ മാത്രമേ റെസിസ്റ്റൻസ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളൂ. വലിയൊരു മുന്നേറ്റം ഉണ്ടാകുകയും അതിന്റെ ഫലമായി നിഫ്റ്റി 24,800-അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്താൽ പിന്നീടുള്ള യാത്ര റെക്കോർഡ് നിലവാരത്തിലേക്കാകും. ജൂൺ 22-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കുന്ന വ്യാപാര വാരത്തിന്റെ ചില പ്രത്യേകതകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഈ വ്യാപാര വാരത്തിൽ 4 ദിവസം മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുകയുള്ളൂ. ജൂൺ 26 വെള്ളി മുഹറം പ്രമാണിച്ച് അവധിയായിരിക്കും. ഇടപാടുകൾക്ക് 4 ദിവസം മാത്രമാണ് ലഭിക്കുക. ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്നത് നല്ല കരുതലോടെ ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിന്റ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ, ടാറ്റ പവർ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുൾപ്പെടെ ശ്രദ്ധേയമായ പല കമ്പനികളും പ്രഖ്യാപിച്ചിരിക്കുന്ന റെക്കോർഡ് ഡേറ്റുകളാണ് ഈ വ്യാപാര വാരത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത. 2 വീലർ വ്യവസായത്തിലെ പ്രമുഖരായ ബജാജ് ഓട്ടോ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റാണ് ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്.
ബജാജ് ഓട്ടോ ഒരിക്കൽ കൂടി ഷെയർ ബൈബാക്ക് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷെയർ തിരികെ വാങ്ങുന്നത് 12,000 രൂപ നിരക്കിലായിരിക്കും. ഈ മാർക്കറ്റ് റിവ്യൂ തയ്യാറാക്കുമ്പോൾ ബജാജ് ഓട്ടോയുടെ മാർക്കറ്റ് പ്രൈസ് 10,066 രൂപ മാത്രമാണ്. അതായത് വലിയ ഒരു കടന്ന തുകയ്ക്കാണ് ബജാജ് ഓട്ടോ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഷെയറുകൾ തിരികെ വാങ്ങുന്നത്. 2024 ബജാജ് ഓട്ടോ ഷെയർ ബൈബാക്ക് നടത്തിയിരുന്നു. അന്ന് 10,000 രൂപ നിരക്കിലായിരുന്നു ഷെയർ ബൈബാക്ക്. ഇനി ഷെയർ ബൈബാക്ക്, ഡിവിഡൻഡ്, ബോണസ് ഷെയർ എന്നിവയ്ക്ക് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ നോക്കാം. ഷെയർ ബൈബാക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ അർഹതയുള്ളവരെ നിർണ്ണയിക്കുന്നതിന് ബജാജ് ഓട്ടോ പ്രഖ്യാപിച്ചിരിക്കുന്ന റെക്കോർഡ് ഡേറ്റ് ജൂൺ 24 ഡിവിഡൻഡിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ തീരുമാനിക്കാൻ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ ഇങ്ങനെ: ജൂൺ 22 സംഘം ഇന്ത്യ ലിമിറ്റഡ് നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി. ആനന്ദ് രതി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് ജൂൺ 23 അന്ന് തന്നെയാണ് ഏഷ്യൻ പെയിന്റ്സ്, ഡാൽമിയ ഭാരത്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, ടാറ്റ പവർ കമ്പനി, തൈറോ കെയർ ടെക്നോളജീസ് എന്നിവയുടെയും റെക്കോർഡ് ഡേറ്റ്. ജൂൺ 24 വീൽസ് ഇന്ത്യയുടെ റെക്കോർഡ് ഡേറ്റ്. ജൂൺ 25 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കോർഡ് ഡേറ്റ്. ജൂൺ 26 അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റില്ലേഴ്സ്, ആൽക്കൈൽ അമൈൻസ് കെമിക്കൽസ്, കെയർ റേറ്റിംഗ്സ്, ഡോക്ടർ ലാൽ പത്ത് ലാബ്സ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, SJS എന്റർപ്രൈസസ്, സോന BLW പ്രിസിഷൻ ഫോർജിംഗ്സ്, സുപ്രീം ഇൻഡസ്ട്രീസ്, സിഞ്ചിൻ ഇന്റർനാഷണൽ, യൂഫ്ലക്സ് ലിമിറ്റഡ്, വൈഭവ് ഗ്ലോബൽ, വിശാഖ ഇൻഡസ്ട്രീസ് എന്നിവ റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുബന്ധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനികളിൽ ഒന്നാണ് ZF കൊമേഴ്സ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ്. ഈ കമ്പനി 5:1 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ നിർണ്ണയിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് ജൂൺ 24 ആയിരിക്കും.